കഴിഞ്ഞ ദിവസമാണ് കൂലി എന്ന ഏറ്റവും കാത്തിരിക്കുന്ന ഒരു ചിത്രത്തിന്റെ ട്രെയിലർ നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. ഗംഭീരമായ ട്രെയിലർ തന്നെയാണ് അവതരിപ്പിച്ചതെങ്കിലും മിക്സഡ് അഭിപ്രായമാണ് പ്രേക്ഷകരിൽ നിന്നും ഉണ്ടായത്. അതിനൊപ്പം തന്നെ ഏറ്റവും ഉയർന്നു കേട്ട ഒരു കാര്യമുണ്ട്. കുറച്ചു ദിവസം മുമ്പേ തന്നെ ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്തുന്നു എന്ന രീതി. എന്താണ് ഇങ്ങനെ പറയാൻ കാരണമെന്നല്ലേ, തമിഴകത്തെ ഒരു PR ടീം ഈ ചിത്രത്തിലെ ക്യാമിയോ വേഷത്തിലെത്തുന്നവരുടെ പേരുകളിൽ മോഹൻലാലിനെ ഹാഷ്ടാഗ് ചെയ്തു എന്നതാണ്. ക്യാമിയോസ് എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാലിന്റെയും അമീർ ഖാന്റെയും പേരുകൾ ഹാഷ്ടാഗ് ചെയ്ത് പറഞ്ഞത് അതിശയത്തോടെയാണ് പലരും കേട്ടത്. ഇത് പിന്നീട് വലിയ ചൂടുപിടിച്ച വാർത്തയായി മാറുകയും ചെയ്തു. മോഹൻലാലിന്റെ കാര്യം എന്തായാലും അറിയത്തില്ല, പക്ഷേ അമീർ ഖാൻ എത്തുന്ന കാര്യം ഉറപ്പായിരുന്നു. കഴിഞ്ഞ ദിവസം ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഇതിലെ ചെറിയൊരു ഭാഗം പല പ്രേക്ഷകരെയും കൺഫ്യൂഷൻ അടിപ്പിച്ചു. മോഹൻലാലിനെ കുറിച്ചല്ലേ ഈ പറയുന്നത്, അത് മോഹൻലാലിന്റെ ക്യാരക്ടർ ആയിരിക്കും എന്ന രീതിയിലൊക്കെ ആയിരുന്നു അവരുടെ കണ്ടെത്തലുകൾ. എന്തായാലും ട്രെയിലർ കണ്ടിട്ട് ലോകേഷ് കനകരാജിന്റെ ഇതുവരെ അദ്ദേഹത്തിന്റേതായി ഇറങ്ങിയ ട്രെയിലറുകളിൽ ഏറ്റവും വീക്കസ്റ്റ് ട്രെയിലർ ഇതാണെന്നാണ് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒന്നും അത്ര അങ്ങോട്ട് ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല. എന്താണ് ലോകേഷ് ഇങ്ങനെ ചെയ്തത്? ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടിയാണോ അതോ ടോട്ടലിൽ അങ്ങനെ വീക്കാക്കി കാണിച്ചതാണോ എന്ന പല സംശയങ്ങളും ഉയർന്നിട്ടുണ്ട്. ലോകേഷിന്റെ സാധാരണ സിനിമകളുടെ ട്രെയിലറുകളൊക്കെ ഗംഭീരമാണ്. ലിയോ ഒക്കെ നമ്മളെ ഞെട്ടിപ്പിച്ചിരുന്നു. പക്ഷേ ചിത്രം ഇറങ്ങിയപ്പോൾ അതിന് ചെറിയ വീക്ക്നെസ് ഉണ്ടായി. ഇതൊക്കെ മാറ്റി നിർത്തുമ്പോൾ കൂലി എന്ന ചിത്രം പല രീതിയിൽ നമ്മളെ അതിശയിപ്പിക്കുമെന്നാണ് പറയാൻ തോന്നുന്നത്. കാരണം ഒരു ഭാഷാ സ്റ്റൈൽ ഫ്ലാഷ് ബാക്കുകളൊക്കെ ഈ ചിത്രത്തിൽ ഉണ്ടാകും എന്നത് ട്രെയിലർ കാണിച്ചിരുന്നു. ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിലും അനിരുദ്ധിന്റെ മ്യൂസിക്കിലും എത്തിയ കൂലി കോളിവുഡിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്നാണ്. ആരാധകർ കാത്തിരുന്ന സിനിമയുടെ ട്രെയിലറും എത്തുകയുണ്ടായി കഴിഞ്ഞ ദിവസം. ആരാധകരുടെ പ്രതീക്ഷയെ ഒട്ടും തന്നെ തളർത്താതെയാണ് ട്രെയിലർ എത്തിയിരിക്കുന്നത്. തമിഴകത്ത് ഗംഭീരമായ അഭിപ്രായം ട്രെയിലറിന് നേടിക്കൊടുത്തിട്ടുണ്ട്. എന്നാൽ മലയാളത്തിൽ ഒരു മിക്സഡ് റെസ്പോൺസ് ആണ് ട്രെയിലറിന് ലഭിച്ചതും. പെർഫോമൻസും മ്യൂസിക്കും ഫൈറ്റും എല്ലാം ഒന്നിനൊന്നിന് മികച്ചതാണെന്ന് കാണാൻ സാധിക്കും. ട്രെയിലർ മാത്രമാണ് ഒരു ഗുമ്മ കുറഞ്ഞു പോയത്. അമീർ ഖാന്റെയൊക്കെ വരവ് ചിത്രത്തിലെ ഗംഭീര വരവായിരിക്കുമെന്ന് പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട്. ലോകേഷ് കനകരാജിന്റെ ഫ്രെയിമിൽ അമീർ ഖാനെ അവതരിപ്പിച്ചത് തന്നെ ഗംഭീരമായിട്ടുണ്ടെന്നും പ്രേക്ഷകർ ഒരേപോലെ അഭിപ്രായപ്പെട്ടു. രജനീകാന്ത് അവതരിപ്പിക്കുന്ന കൂലി കഥാപാത്രത്തിന് അത്രാണ്ട് അങ്ങോട്ട് ട്രെയിലറിൽ കാണിച്ചിട്ടില്ല. എന്നാൽ സൗബിനും രജനീകാന്തും കൂടെ നിൽക്കുന്ന ഫ്രെയിം കണ്ടപ്പോഴാണ് ശരിക്കും അതിശയപ്പെടുത്തിയത്. സൗബിൻ ട്രെയിലറിൽ തൂക്കി എന്നാണ് പറയുന്നത്. കാരണം കട്ടയ്ക്ക് രജനീകാന്തിനൊപ്പം നിൽക്കാനുള്ളിടത്തേക്ക് സൗബിൻ എത്തി എന്ന് മലയാളികൾ ഒരേ സ്വരത്തിൽ പറയുകയാണ്. ഇക്കുറിയും ലോകേഷ് പേരെടുക്കും എന്ന കാര്യത്തിൽ തീർച്ചയാണെന്ന് ട്രെയിലർ ചില സൂചനകൾ നൽകുന്നുണ്ട്. മലയാളി നടൻ സൗബിനും ട്രെയിലറിൽ മികച്ചതായി എന്നതാണ് ഏറ്റവും വലിയ പ്രശംസയായി മലയാളികൾ പറയുന്നത്. അമീർ ഖാന്റെ ലുക്കിനെയും നാഗാർജുനയുടെ പ്രകടനത്തിനും നല്ല പ്രതികരണങ്ങളാണ് എത്തുന്നത്. രജനീകാന്ത് ആരാധകർക്ക് അദ്ദേഹത്തെ കൊണ്ടാടാനുള്ളതെല്ലാം സിനിമയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നതാണ് ട്രെയിലർ. ഞൊടിയിടയിലാണ് ട്രെയിലർ ആരാധകർ ഏറ്റെടുത്തതും. ട്രെയിലറിൽ ഒരു ഭാഗത്താണ് ഈ മോഹൻലാൽ റെഫറൻസിനെ കുറിച്ച് പ്രേക്ഷകർ സംശയത്തോടെ സംസാരിക്കുന്നത്. ശ്രുതി ഹസൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം വന്ന് രജനീകാന്തിനോട് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ശ്രുതി ഹസന്റെ അച്ഛൻ കഥാപാത്രത്തെ കുറിച്ച് പറയുന്നതും രജനീകാന്ത് തന്റെ ഫ്രണ്ടാണെന്ന് പറയുന്നതും ഒക്കെ കേൾക്കാം. ഇതിൽ അച്ഛൻ കഥാപാത്രമായി വരുന്ന ഒരു മനുഷ്യൻ അത് മോഹൻലാൽ ആയിരിക്കും എന്ന രീതിയിലാണ് പറയുന്നത്. എന്നാൽ അത് മോഹൻലാൽ അല്ല. ഉപേന്ദ്ര അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെയാണ് ശ്രുതി ഹസൻ റെഫറൻസ് വെക്കുന്നത്. ഒരു ഭാഷാ സ്റ്റൈൽ ഫ്ലാഷ് ബാക്ക് അവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. രജനീകാന്തിന്റെ അവസാനം ഒരു ഫ്ലാഷ് ബാക്ക് യങ് വെർഷൻ കാണിക്കുന്നുണ്ട്. ഇതാണ് ഭാഷാ കണക്ഷൻ നമുക്ക് വെക്കാൻ സാധിക്കുന്നത്. പഴയകാലത്ത് ഗംഭീരമായിരുന്ന രണ്ട് കൂലികൾ അവർ ഒന്ന് ഒതുങ്ങിയിരുന്നതാണ്, പിന്നെയും പുറത്തു വരുന്നു ചില പ്രതികാരങ്ങൾ തീർക്കാൻ വേണ്ടി. ആ ഒരു രീതിയിലേക്കുള്ള ടിപ്പിക്കൽ രജനീകാന്ത് സ്റ്റൈലുള്ള പടമാണ് ലോക്കി ചെയ്തു വെച്ചേക്കുന്നത് എന്ന് തോന്നുന്നു. പിന്നെ ലോകേഷ് കനകരാജിന്റെ കുറെ ഗംഭീര ഗിമിക്കുകൾ ഈ ചിത്രത്തിലേക്ക് വരാം. ലിയോ ഒക്കെ പോലെ ഒരു വലിയ ക്യാൻവാസിൽ ഒരുക്കിയ ഒരു ഗംഭീര സിനിമ. LCUവിന്റെ കണക്ഷൻ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അമീർ ഖാന്റെ വരവ് ഒരു റോളക്സ് പോലൊക്കെ ആക്കാനുള്ള സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കുറെ സർപ്രൈസുകൾ ഈ ചിത്രത്തിലുണ്ട്. പിന്നെ ഈ PR ടീം മോഹൻലാലിന്റെ പേരെന്തിനാണ് എടുത്തു പറഞ്ഞതെന്നാണ് പലരും ഇപ്പോൾ ചോദിക്കുന്നത്. ഇനി അതല്ലാതെ എന്തെങ്കിലും സർപ്രൈസുകൾ കൂലിക്കകത്തുണ്ടാകുമോ? ഇത്രയും വലിയൊരു ക്യാരക്ടറിലും ക്യാൻവാസിലുമാണ് ഈ ചിത്രം നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. ഉപേന്ദ്ര, സൗബിൻ ഷാഹിർ, നാഗാർജുന, അമീർ ഖാൻ, രജനീകാന്ത് എല്ലാവരും ഈ ചിത്രത്തിൽ എത്തുമ്പോൾ സത്യരാജ്, ശ്രുതി ഹസനൊക്കെ സർപ്രൈസ് ആയിട്ടാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. കൂടാതെ ഇതിൽ സസ്പെൻസുകൾ ഒളിപ്പിച്ചു വെച്ചേക്കുന്ന പല ക്യാരക്ടറുകളും ഉണ്ടാകാനുള്ള സാധ്യതയും സർപ്രൈസുകൾ തരാനുള്ള സംഭവങ്ങളും ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. LCU കണക്ഷൻ വല്ലതും ഉണ്ടോ എന്നതുമൊക്കെ ചികഞ്ഞ് പരിശോധിക്കുകയാണ് ട്രെയിലർ കണ്ട് ഓരോ പ്രേക്ഷകരും. ഒരു തണുപ്പൻ ട്രെയിലർ തന്നെയാണ് എത്തിയിരിക്കുന്നതെന്ന് പല പ്രേക്ഷകരും ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്തോ ഒരു ഇമ്പാക്ട് കിട്ടിയിട്ടില്ല. ആകെ മൊത്തത്തിൽ ഒരു നിർവികാരത തോന്നുന്നുണ്ട്. പവർ ഹൗസ് പാട്ട് ഇല്ലാത്തതിന്റെ കുറവ് കാണാനുമുണ്ട്. കണ്ടിട്ട് സൗബിൻ പൊളിക്കുമെന്ന് തോന്നുന്നുണ്ട്. നാഗാർജുനയുടെ ലുക്ക് ഗംഭീരമായിട്ടുണ്ട്. നാഗാർജുനയാണല്ലോ ഇതിനകത്ത് ഏറ്റവും വലിയ നെഗറ്റീവ് അവതരിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. വില്ലൻ പുള്ളിയാകുമ്പോൾ അതുമാതിരിയുള്ള ഗെറ്റപ്പിൽ തന്നെയാണ് ലോകേഷ് അവതരിപ്പിച്ചിരിക്കുന്നത്. രജനിയുടെ പഴയ കുറെ പടങ്ങളുടെ റെഫറൻസ് ഉണ്ടാകും. എന്നാലും വിക്രം, ലിയോ ട്രെയിലർ തന്ന ഒരു പവർ ഇതിനില്ല. സിനിമ ഉഷാറാകുമെന്ന് പ്രതീക്ഷിക്കാമെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ട്രെയിലർ നമ്മൾ ഒരു ലോ ഫ്ലോയിൽ കണ്ടു തീർക്കുമ്പോൾ അവസാനം എത്തുമ്പോഴാണ് ശരിക്കും ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്നത്. രജനീകാന്തിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് റെഫറൻസ് കാണിക്കുകയും അതിനൊപ്പം തന്നെ അവസാനം ഒരു കളിയാക്കൽ സീനും ഒക്കെ ചെറിയൊരു ഇമ്പാക്ട് തന്നിരുന്നു. ബാക്കിയൊക്കെ ശോകം തന്നെ എന്നാണ് പലരുടെയും അഭിപ്രായം. എന്നിരുന്നാലും സീനുകൾ ഓരോന്നും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഗംഭീരമായിട്ട് തന്നെയാണ്. ലോകിയുടെ ഫ്രെയിം ഒന്നൊന്നര ഫ്രെയിം തന്നെയാണ്. പിന്നെ പഴയ രജനീകാന്തിന്റെ പല റെഫറൻസുകളും ഈ ഒരൊറ്റ ചിത്രത്തിലൂടെ കാണിക്കുന്നുണ്ട്. എന്തായാലും വിക്രം സിനിമയെ പോലെ ആക്കാൻ നോക്കുന്ന
ചിത്രമായിട്ടാണ് കൂലിയെ തോന്നുന്നത് എന്ന് പ്രേക്ഷകർ തന്നെ പറയുകയാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നിയത് കൂലി എന്ന ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടിട്ട്? എന്തായാലും ചിത്രം ഓഗസ്റ്റ് 14 പുറത്തിറങ്ങും. സിനിമയുടെ ഓരോ അപ്ഡേറ്റിനും ആരാധകരിൽ നിന്നും മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത്. കൂലിയുടെ ഡബ്ബിംഗ് കഴിഞ്ഞ ശേഷം രജനികാന്ത് തന്നെ കെട്ടിപ്പിടിച്ചെന്നും മഴരത്നം ചിത്രം ദളപതി സിനിമ കണ്ട പോലെ തോന്നിയെന്നും പറഞ്ഞതായി ലോകേഷ് അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. രജനികാന്തും ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് കൂലി. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാറനാണ് കൂലിയുടെ നിർമ്മാണം.